എന്തിനാണ് നിന്നെ മറക്കാൻ നീ വീണ്ടും വീണ്ടും എന്നോട് ആവശ്യപ്പെടുന്നത്? സ്നേഹത്താൽ ഞാൻ നിന്നെ കീഴടക്കുമെന്ന് ഭയന്നിട്ടോ? എത്ര നാൾ എന്നെ മാറ്റി നിർത്തും? എത്ര നാൾ എന്നിൽ നിന്ന് ഒളിച്ചോടും? ഒരിക്കലും ഒന്നാകാൻ അത്ര എളുപ്പമല്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഒരുമിക്കാൻ സാധിച്ചില്ലെങ്കിലും എനിക്ക് നിന്നോടുള്ള പ്രണയം ഒരിക്കലും മരിക്കുകയില്ല. പ്രണയമാണോ എന്ന് ചോദിച്ചാ എനിക്കറിയില്ല. ഇഷ്ടമാണ് ഒരുപാട്. അതിന് എന്തു പേര് നൽകി വിളിക്കണമെന്ന് എനിക്കറിയില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമുക്ക് പ്രണയിക്കാൻ പോലും അവകാശമില്ലായിരുന്നല്ലോ എന്ന്. എന്നെ നീ പ്രണയം എന്താണെന്ന് പഠിപ്പിച്ചു, പ്രണയിക്കാൻ പഠിപ്പിച്ചു. പ്രണയത്തിന് സൗന്ദര്യമുണ്ടെന്ന് നീ എന്നെ പഠിപ്പിച്ചു. എന്നിട്ടും അത് പൂർണ്ണമായി അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ പ്രണയത്തിന്റെ ഭീകരത ഞാൻ അറിഞ്ഞു. നമ്മുടെ ഈ പ്രണയം നമുക്ക് സന്തോഷത്തിനേക്കാൾ കൂടുതൽ സങ്കടമാണ് തന്നത്. എന്നാലും ആ സങ്കടത്തെയും ഞാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. നിന്നെ കാത്തിരുന്ന ഓരോ ദിവസവും എനിക്ക് നിന്നോടുള്ള സ്നേഹം കൂടി വന്നിട്ടുണ്ട്. നിനക്ക് ഒരിക്കലും എന്റെ സ്ഥാനത്ത് വേറെ ഒരാളെ കാണാനോ സ്പർശിക്കാനോ പറ്റില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ അറിഞ്ഞ കാര്യങ്ങളും കേട്ട കാര്യങ്ങളുമെല്ലാം എന്നെ പറ്റിക്കാൻ പറയുന്നതായിരിക്കുമെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചു. നമ്മൾ വേദനിച്ചാലും വേറെ ആരെയും വേദനിപ്പിക്കാതെ നമുക്ക് പ്രണയിക്കാം. നിനക്കറിയുമോ, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ഞാൻ നിന്നെ പ്രണയിച്ചപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. ഇത്രയൊക്കെ ആയിട്ടും എത്ര മനോഹരമായിട്ടാണ് എന്നെ വേദനിപ്പിക്കുന്ന ഒന്നിനെ സ്നേഹിക്കുന്നതെന്ന്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ നിന്നെ വിശ്വസിച്ചു. ഒന്നും സത്യമാകരുതേ എന്ന് ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് വിചാരിച്ചെടുത്തു നിന്നാണ് ഞാൻ നിന്നിലേക്ക് വീണ്ടും ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നത്. എനിക്കിപ്പോഴും പ്രണയമാണ്. അത് നിന്നോട് തന്നെയാണ്. കാത്തിരിക്കുകയും ചെയ്യും. ഇനിയും കാത്തിരിക്കും. പക്ഷേ ഒറ്റയ്ക്കാണെങ്കിലും ആ കാത്തിരിപ്പിനും ഒരു സുഖമുണ്ട്. ഓരോ യാത്രയും വ്യത്യസ്തമാണ്. ചിലത് ജീവിതത്തിൽ നിന്നും, ചിലത് ജീവിതത്തിലേക്ക്. കോളേജ് പഠനകാലത്തെ ട്രെയിൻ യാത്രയിൽ തന്റെ സഹയാത്രികനോട് തോന്നിയ പ്രണയത്തിന്റെ തുടർച്ചയെന്നോണം മതവും ഭാഷയും സംസ്കാരവും താണ്ടി ഒരു നീണ്ട യാത്ര ചെയ്യുകയാണ് ചാരുലത. അവളുടെ യാത്രയിലുടനീളം പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും നിറങ്ങൾ മാറി മാറി വന്നണയുന്നു. തീർത്തും ഒരു സിനിമാറ്റിക് രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആ യാത്രയിലേക്കാണ് ജൂലിയ തോമസ് അനുരാഗലോകന്റെ രാത്രി എന്ന പുസ്തകത്തിലൂടെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കണം കേട്ടോ, നല്ല ബുക്കാണേ.